ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മീസ്റ്റ്. വളരെ എളുപ്പത്തിൽ ഒരു സ്നാക്ക് തയ്യാറാക്കാം. അതിനായി ചൂടായ കടായിലേക്ക് 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒന്ന് കളർ ചേഞ്ചായി വരുന്ന സമയം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ കാഷ്നട്ട് നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത നേന്ത്രപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിപ്പോൾ മീഡിയം സൈസുള്ള 2 നേന്ത്രപ്പഴമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് പഴമാണോ ഉള്ളത് അത് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിതിപ്പോൾ എൻ്റെ കയ്യിലുള്ള നേന്ത്രപ്പഴമായതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. നന്നായി പഴുത്ത പഴമാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പഴം പെട്ടെന്ന് ചൂട് തട്ടുമ്പോൾ തന്നെ ഉടഞ്ഞ് വരും. ഇതിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മാഷായിട്ട് കിട്ടണം. ഞാനിതിപ്പോൾ എടുത്തത് ഏകദേശം പഴുത്ത പഴം, നന്നായിട്ട് പഴുത്ത പഴം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഇത് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതിപ്പോൾ ചിരകി വെച്ച തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ചിരകി വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ കൂടുതൽ ചേർത്ത് കൊടുത്താൽ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയും പഴവും നെയ്യും കാഷ്നട്ടും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നല്ല സ്മെല്ലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പഴത്തിന് നല്ല മധുരമാണെങ്കിൽ പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതിപ്പോൾ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സെറ്റാക്കി എടുത്തു. ഇനി ഇതിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എല്ലാ സൈഡും ഒന്ന് റവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്ലോ ഫ്ലെയിമിലാക്കി വെച്ച് വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പഴമൊക്കെ നന്നായിട്ട് മാഷായിട്ട് വന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ലൂസൊക്കെ നമ്മൾ റവ ചേർക്കുമ്പോൾ ഡ്രൈ ആയിട്ട് കിട്ടും. റവ ആ വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. നല്ല ഒരു കൂട്ടായിട്ട് വരും. അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ജസ്റ്റ് ഏകദേശം ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കാം. ഞാനിതിപ്പോൾ ഈ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യം അതുപോലെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫസ്റ്റ് ട്രിപ്പായിട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് തിരിച്ചിട്ടും മറിച്ചിട്ടും ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പഴുത്ത പഴമൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഏത് പഴമായാലും ഇങ്ങനെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. റവ ആയതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയുമാണ്. പിന്നെ പഴവും തേങ്ങയും ഒക്കെ ചേർത്തുകൊണ്ട് നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് 5 മിനിറ്റ് മതി നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.